റിലേഷൻസ് മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. അത് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ്. റിഫ്ലെക്സീവ് ആണെങ്കിൽ എ കോമ എ ബിലോങ്സ് ടു ആർ ഫോർ എവരി എ ബിലോങ്സ് ഇൻ എ. സിമെട്രിക് ആണെങ്കിൽ എ ബി ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് ബി എ എലമെന്റ്സ് ഇൻ ആർ ഫോർ എവരി എ ബി എലമെന്റ് ഇൻ എ. ട്രാൻസിറ്റീവ് ആണെങ്കിൽ എ കോമ ബി ബി കോമ സി എലമെന്റ് ഇൻ ആർ വിച്ച് ഇംപ്ലൈസ് എ സി എലമെന്റ് ഇൻ ആർ ഫോർ എവരി എ ബി സി എലമെന്റ് ഇൻ എ. ഇനി ഒരു ഫംഗ്ഷൻ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? അത് റിഫ്ലെക്സീവും ആയിരിക്കണം, സിമെട്രിക്കും ആയിരിക്കണം, ട്രാൻസിറ്റീവും ആയിരിക്കണം. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷൻ നമുക്ക് ഇക്വലൻസ് റിലേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ എ ഈക്വൽ ടു 1 2 3 എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. റിലേഷൻ എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്. നമുക്ക് റിലേഷൻ തന്നിരിക്കുന്നത് 1 1 2 2 3 3 1 2 2 1 2 3 1 3. ചെക്ക് ചെയ്യാനായിട്ട് റിഫ്ലെക്സീവ് ആകുമ്പോൾ എ കോമ എ, അതായത് 1ന് 1ഉമായിട്ട് തന്നെ റിലേഷൻ, 2ന് 2ഉമായിട്ട് തന്നെ റിലേഷൻ, 3ക്ക് 3യുമായിട്ട് തന്നെ റിലേഷൻ. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആയിരിക്കും. സിമെട്രിക് ആണെങ്കിൽ എ കോമ ബി ഉണ്ടെങ്കിൽ ബി കോമ എയും ഉണ്ടായിരിക്കണം. അതായത് 1 കോമ 2 ഉണ്ട്, 2 കോമ 1 ഉണ്ട്, എ കോമ ബിയും ഉണ്ട്, ബി കോമ എയും ഉണ്ട്. അതുകൊണ്ട് ഇത് സിമെട്രിക്കുമായിരിക്കും. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ എ കോമ ബി ബി കോമ സി. ഇവിടെ നോക്കിയേ, 1 കോമ 2 എടുത്തു, 2വിൽ തുടങ്ങുന്ന 2 കോമ 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 3 എന്നൊരു റിലേഷൻ കൂടി ഇവിടെ ഉണ്ടായിരിക്കണം. 1 3 എന്നൊരു റിലേഷൻ കൂടി ഉള്ളത് കൊണ്ട് ഇത് ട്രാൻസിറ്റീവുമായിരിക്കും. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇതൊരു ഇക്വലൻസ് റിലേഷന് എക്സാമ്പിൾ ആണ്.